തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മൂന്നിയൂർ പഞ്ചായത്തിൽ 1000-നു മേൽ ഭൂരിപക്ഷം നേടി വമ്പൻ വിജയവുമായി ലീഗ് സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിന്റെ 5ഇരട്ടി വോട്ട് ഭൂരിപക്ഷമായി തന്നെ ലഭിച്ചതാണ് സാബിറ വിജയിച്ചത്. 6ാം വാർഡ് പടിക്കൽ സൌത്തിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ PP സാബിറയാണ് 1038 വോട്ട് ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സാബിറയ്ക്ക് 1210 വോട്ട് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി LDF സ്വതന്ത്രയായ സൌമ്യയ്ക്ക് ആകെ 172 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ നിന്ന് വിജയിച്ച MSF നേതാവ് PP സഫീറിന് 630 വോട്ട് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. സഫീറിന് 882 വോട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് 232 വോട്ടുമാണ് ലഭിച്ചത്. 12ാം വാർഡ് പാറക്കാവിൽ നിന്ന് മത്സരിച്ച ലീഗിലെ മറിയുമ്മ അഷ്റഫിന് 708 വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു. മറിയുമ്മയ്ക്ക് 1166 വോട്ട് ലഭിച്ചു. LDFിലെ മുള്ളുങ്ങൽ സുഹറ അബ്ബാസിന് 458 വോട്ടാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി ചിഞ്ചുവിന് 35 വോട്ടും നേടി. 15ാം വാർഡ് സലാമത്ത് നഗറിൽ നിന്ന് മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥി ചപ്പങ്ങത്തിൽ നുസ്രത്തിന് 685 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നുസ്രത്തിന് 1003 വോട്ടും LDFിലെ K സാജിദയ്ക്ക് 318 വോട്ടും ലഭിച്ചു. മുൻ പഞ്ചായത്ത് അംഗമാണ് സാജിദ. BJP സ്ഥാനാർത്ഥി രത്നമണി 50 വോട്ടും നേടി. 19ാം വാർഡിൽ മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗിലെ ഷെരീഫ കുട്ടശ്ശേരി 572 വോട്ട് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഇവർക്ക് 958 വോട്ടും LDFിലെ ഷമിതയ്ക്ക് 386 വോട്ടും ലഭിച്ചു. 1ാം വാർഡ് തയ്യിലക്കടവിലെ ലീഗ് സ്ഥാനാർത്ഥി TP സുഹ്റാബിക്ക് 1134 വോട്ടും LDFിലെ നബീല പാറമ്മലിന് 613 വോട്ടും ലഭിച്ചു. 521 വോട്ടിന് സുഹ്റാബി വിജയിച്ചു. CPM ചിഹ്നത്തിൽ മത്സരിച്ച 24ാം വാർഡിലെ അനുപ്രിയ പൊതാശ്ശേരി 379 വോട്ട് ഭൂരിപക്ഷത്തിന് വാർഡ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രയെയാണ് തോൽപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. Take your hands off. ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.